ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഈ അടുത്തായി കഥ അറിഞ്ഞത് കേട്ടോ. ഇത് അല്ലേ, ഒരു കസേരയുണ്ട്, ഒരു ഡോക്ടേഴ്സ് ചെയറുണ്ട്. അവിടെ ആ നേഴ്സിംഗ് സ്റ്റാഫ് 8 മണിക്കൂറും നിന്നുകൊണ്ടാണ്, ആ കസേര അവിടെ ഉണ്ടായിട്ട് പോലും അതിലിരിക്കാൻ സമ്മതിക്കാതെ ആ നേഴ്സിനെ നിർത്തിയാണ് 8 മണിക്കൂറും ജോലി ചെയ്യിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കാരണം എന്തുവാ? ഇന്ത്യൻസിന് വിയർപ്പിൻ്റെ സ്മെല്ല് കൂടുതലാണ്. ഇന്ത്യൻസിന് ഭയങ്കര സ്മെല്ലാണെന്നാണ് അവർ പച്ചയ്ക്ക് പറഞ്ഞത്. പക്ഷേ ഈ സ്റ്റാഫ് എന്തുവാണേലും ഈ നേഴ്സസിൻ്റെ ജോലി എന്ന് പറയുന്നത് ഓടി നടന്ന് ചെയ്യേണ്ട ജോലിയല്ലല്ലോ. അതൊരു കസേരയിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് തിരിഞ്ഞ് ഉള്ള ജോലിയല്ലല്ലോ. അപ്പം നോർമലി നമ്മളെ വിയർപ്പിന് മണം ഉണ്ടാകും. ശരിയാണ്, അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന പുറത്തോട്ട് പോകുന്ന എല്ലാവരും തന്നെയും നല്ല സ്പ്രേ യൂസ് ചെയ്യുക, ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുക. കാരണം ഇവിടുന്ന് പല ഡോക്ടേഴ്സും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ഇന്ത്യൻ സ്റ്റാഫിനെ ഭയങ്കര സ്മെല്ലാണ്. ശരിയാണ്, നമുക്കത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന പോലല്ലേ നമ്മളോട് അങ്ങനെ പറയുമ്പം. പക്ഷേ അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന നല്ല സ്പ്രേ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളിവിടെ വന്ന് ജോലി ചെയ്യുന്നവരാണ്, നമ്മുടെ സ്വന്തം നാടല്ല. അതുകൊണ്ട് അവർ പറയുന്നത് നമ്മൾ ഒരു പരിധി വരെ അനുസരിച്ചേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഡോക്ടറിനോട് ദേഷ്യം തോന്നി. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അത് നമുക്കൊരു ഗന്ധം മാത്രമാണ്, പക്ഷെ അവർക്കത് ദുർഗന്ധമാണ്. അതിനിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റുന്നത്? അതേപോലെ എണ്ണയുടെ സ്മെല്ല്, അതൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ വീക്ക് ഡേയ്സിൽ ഒരു അവധി ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ എണ്ണ യൂസ് ചെയ്തിട്ട് അത് ഷാമ്പൂ കൊണ്ട് വാഷ് ചെയ്തിട്ട് വേണം പിറ്റേന്ന് ഡ്യൂട്ടിക്ക് കയറാൻ. അല്ലെങ്കിൽ ഇവർ കംപ്ലയിൻറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ? അപ്പോൾ വേറെ തൊഴിൽ മേഖലയിലൊക്കെ ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട് കേട്ടോ. വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അനുഭവം പറ കേട്ടോ, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ?